ആഷൂസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ പയ്യോളി ഫ്രൈ ഉണ്ടാക്കാം. അതിനു വേണ്ടി കഴുകി ക്ലീൻ ചെയ്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വരഞ്ഞു കൊടുക്കാം. ശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ഞാനൊരു 9 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിളപ്പിച്ച വെള്ളത്തിൽ സോക്ക് ചെയ്യാം. ഇനി നമുക്ക് അതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയിലേക്ക് ചെയ്ത മുളകിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം കളയരുത് ആവശ്യമുണ്ട്. 8 അല്ലി വെളുത്തുള്ളി, 7 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, 1/4 കപ്പ് അരിപ്പൊടി, കാൽ കപ്പ് കോൺഫ്ലോർ, ഇനി നേരത്തെ മുളക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫൈനായി അരച്ചെടുക്കാം. അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മസാല ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ എടുക്കാം. മസാലയിലേക്ക് ചിക്കൻ ഇട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ബാക്കിയുള്ള മസാലയിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായി മിക്സാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മണിക്കൂർ മുമ്പ് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 5 പച്ചമുളക് കീറിയിട്ടതും ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതെല്ലാം നല്ലവണ്ണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. പിന്നീട് ഇതേ ഓയിലിലേക്ക് തന്നെ നേരത്തെ മസാല ഇട്ട് വെച്ച തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തേങ്ങ നല്ല ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പയ്യോളി ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്